അഞ്ചാം ലോക കേരള സഭ അവസാനിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടുകൂടെയും അഭിമാനത്തോടുകൂടെയുമാണ് ഞങ്ങളിവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. കേരള സർക്കാർ, ഇടതുപക്ഷ സർക്കാർ തുടങ്ങിയിട്ടുള്ള ഈ കേരള ലോകസഭ തുടക്കത്തിൽ 35 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് പങ്കെടുത്തിരുന്നതെങ്കിൽ ഇന്ന് ലോകത്തിലെ 125ഓളം വരുന്ന രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ 28ഓളം വരുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഇവിടെ നടന്നിട്ടുള്ള ഓരോരോ ചർച്ചകളും ഓരോരോ സംവാദങ്ങളും അത് പ്രവാസികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നുള്ളതും പ്രവാസികളുടെ നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെ പെടാത്തതും പെട്ടതുമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളാണ് മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും മുന്നിൽ പ്രവാസികൾ അവതരിപ്പിച്ചത്. ആ തരത്തിൽ ഇതിന് വലിയ ഒരു മഹത്വം കാണേണ്ടതുണ്ട്. ഏറ്റവും അവസാനം മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങളിൽ പരിഗണിക്കാൻ പറ്റുന്നതെല്ലാം പരിഗണിച്ചുകൊണ്ട് പ്രവാസികളെ ചേർത്ത് പിടിക്കും എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാർ പ്രതികളായിട്ടുള്ള മുഖ്യമന്ത്രിയും സ്പീക്കറും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വളരെ ആശ്വാസം നൽകുന്നതാണ്. വലിയ സന്തോഷത്തോടുകൂടെയും ആശ്വാസത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് പിരിയുന്നതെങ്കിൽ പോലും ചെറിയ ഒരു പ്രയാസം പ്രവാസികൾ എന്നുള്ള രൂപത്തിൽ ഞങ്ങൾക്കുണ്ട്. അത് ഈ പറയുന്ന രൂപത്തിൽ 125 രാജ്യങ്ങളിൽ പ്രതികൾ പങ്കെടുക്കുമ്പോൾ ഈ കേരളത്തിലെ എല്ലാ വിഭാഗവും അതിനോട് ചേർന്ന് നിൽക്കേണ്ടതായിരുന്നു. ഒരു വിഭാഗം പൂർണ്ണമായിട്ടും പ്രവാസികളെ അവഗണിക്കുന്ന രൂപത്തിൽ ഇതിൽ നിന്ന് മാറി നിന്നത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ പോലും അത് ശരിയായിരുന്നില്ല എന്ന ഒരു വേദന കൂടി പ്രവാസികളുടെ ഭാഗത്തു നിന്ന് പങ്കുവെക്കുകയാണ്.